അടുത്ത പെൻഷൻ വിതരണ വാർത്തയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പെൻഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. സംസ്ഥാനത്ത് ക്രിസ്മസ് ന്യൂ ഇയർ അനുബന്ധിച്ച് 2 മാസത്തെ തുക 3200 വിതരണം ചെയ്യും. ഇതിനു വേണ്ടിയുള്ള തുക കണ്ടെത്താൻ സർക്കാർ സഹകരണ ബാങ്കുകളുടെ കൺസ്ട്രക്ഷൻ വിവരിച്ച് അതിന് 3000 കോടി കടമെടുക്കാനാണ് തീരുമാനം. വിതരണ നടപടി നേരത്തെ തന്നെ സർക്കാർ തുടങ്ങിയിരുന്നു. ക്രിസ്മസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ തുക കണ്ടെത്തുന്നത്. ഇന്ന് 17-ാം തീയതി ചൊവ്വാഴ്ച മുംബൈ പോർട്ട് ഓഫീസിൽ വെച്ച് 1225 കോടി കടമെടുക്കാൻ സർക്കാർ തീരുമാനിച്ചു. ആ തുക സർക്കാരിന് ലഭിച്ചു കഴിഞ്ഞാൽ പെൻഷനായിട്ട് നടപടി അറിയിപ്പ് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് തന്നെ സർക്കാർ പെൻഷൻ വിതരണ ആയിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള അറിയിപ്പ് പുറപ്പെടുവിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വൈകിട്ടോട് കൂടി 20-ാം തീയതിയോടുകൂടി വിതരണം തുടങ്ങി 25-ന് മുമ്പായിട്ട് അവസാനിക്കുന്ന രീതിയിലായിരിക്കും സർക്കാർ പെൻഷൻ വിതരണം ക്രമീകരിക്കുക. പെൻഷനായിട്ട് എന്ത് പ്രധാനപ്പെട്ട വാർത്തകൾ വന്നാലും നിങ്ങളെ അറിയിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, പെൻഷൻ അർഹതയില്ലാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. 5 മാനദണ്ഡങ്ങളാണ് പ്രധാനമായി നോക്കുന്നത്. ആഡംബര വീടുള്ളവർ, ആഡംബര കാറുള്ളവർ, സ്വകാര്യ ആവശ്യങ്ങൾക്ക് മാത്രം കാർ ഉപയോഗിക്കുന്നവർ, ടാക്സി അല്ലാണ്ട്, പിന്നെ 2 ഏക്കറിൽ കൂടുതൽ സ്ഥലമുള്ളവർ, പിന്നെ മാസം 1 ലക്ഷം മുകളിൽ വരുമാനം ഉള്ളവർ, 1500 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുള്ളവർ എന്നിങ്ങനെ 5 മാനദണ്ഡങ്ങളാണ് സർക്കാർ നോക്കുക. ഇല്ലെങ്കിൽ പലിശ അടക്കം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കും, നിങ്ങൾക്ക് അർഹതയില്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയി അർഹതയില്ലെങ്കിൽ പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. സർക്കാർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പലിശ അടക്കം നിങ്ങളുടെ ജോലിയും 18% പലിശ അടക്കം പെൻഷൻ മേടിച്ചോ എല്ലാ പെൻഷനും തിരിച്ച് സർക്കാരിലേക്ക് നൽകേണ്ടി വരും. ഒരു പക്ഷേ ജോലി വരെ നഷ്ടപ്പെട്ടേക്കാം. വന്നിട്ടുള്ള പഞ്ചായത്ത് പത്തനംതിട്ട പഞ്ചായത്താണ്. തുടർന്ന് എല്ലാ പഞ്ചായത്തിനും ഒരുപക്ഷെ അന്വേഷണം വന്നേക്കാം. പിന്നെ നമ്മുടെ ആയോന പഞ്ചായത്തിനും അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. സർക്കാർ ജീവനക്കാർ പെൻഷൻ വാങ്ങിയതിനെ തുടർന്നാണ് ഇതിൻ്റെ വിവാദം തുടങ്ങിയത്. 50,000 രൂപ മാസ ശമ്പളം മേടിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 1600 രൂപ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട്. പാവങ്ങളെ പിച്ചുചേട്ടിൽ കൈയിട്ട് വാരി തീർന്നു. നമുക്ക് എല്ലാവർക്കും 8-ൻ്റെ പണി കിട്ടാൻ പോവുകയാണ്. നിങ്ങളുടെ ജോലി വരെ നഷ്ടപ്പെട്ടേക്കാം. വിധവാ പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹിതർ എല്ലാമെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടില്ല. മുൻകാലങ്ങളിൽ